ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ മക്കളെ നിങ്ങളൊക്കെ വിശേഷം? സുഖല്ലേ? നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു. ഇന്നലെ ഒന്നും വീഡിയോസ് ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ, തലവേദന. അപ്പോൾ എന്നും തലവേദന വരുന്ന പോലെ മൈഗ്രീൻ്റെ തലവേദന വന്ന് ഗ്ലൂക്കോസൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കും തന്നെ ഭയങ്കര പൊറുതിയാട് അങ്ങളെ കാണാൻ, ഞങ്ങൾക്കും തന്നെ എന്നെയും കാണാൻ ഞാൻ ഭയങ്കര പൊറുതിയാട്. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, ബാഡ് കമൻറ്റ് ഇടുന്നവരുടെ കാര്യമല്ല. എന്താ വെച്ചാൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതും എന്താ വീഡിയോ ഇടാത്തത് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ കുടുംബത്തിൽ അങ്ങം പോലെയാണ്, എന്താ പറ്റിയത് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവരോടൊക്കെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. നമ്മളെപ്പോൾ വാട്സപ്പിൽ വന്നാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ തലവേദനയൊക്കെ ആയതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാം റെഡിയാവും. അപ്പോൾ എന്താ രാവിലെ തന്നെ ഈ അടുപ്പത്ത് നിന്നായിരിക്കില്ലേ, വിറകൊക്കെ നല്ല കമ്മിയുണ്ട്. അന്ന് നമ്മൾ നന്നായിട്ട് ചെത്തിയിട്ട വിറകൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഓല അപ്പുറത്തെ താത്ത തന്നാ പറഞ്ഞില്ലേ ഞാൻ. അതൊക്കെ ഞാൻ കുറച്ച് എടുത്തു വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ മഴയല്ലേ, ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ വന്നതും ചായക്ക് വെള്ളം വെച്ചതും ഗ്യാസ് കഴിഞ്ഞു. അപ്പം ഇന്ന് രാവിലെ തന്നെ 8ൻ്റെ പണി ഇട്ടിട്ട് ഇതൂനാണെങ്കിൽ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേന് ട്യൂഷനും പോകണം. അവനെ ഏതായാലും പഴമൊക്കെ ഉണ്ടായിനി, അതൊക്കെ വാട്ടി കൊടുത്തുകാണ്ട് ഓനെ പറഞ്ഞയച്ചു കേട്ടോ. ഇനി ഷെയ്മോളും ഇച്ചൊക്കെ ഉണ്ട്. അപ്പം ലേസം അരി വെള്ളത്തിലിട്ടിരുന്നു ഞാൻ ഓട്ടടക്ക്. അപ്പോൾ പിന്നെ ഓട്ടടാണ് ചുടുകയാണ് കേട്ടോ. അടുപ്പാണി കത്തിച്ചിട്ട് കത്തണില്ല. ഈ നേരമില്ലാത്ത ടൈമിൽ നമ്മൾ പരക്കം മാഞ്ഞാൽ ഒന്നും നടക്കൂലല്ലേ. എന്നാലും കുറേ ഷെയ്മോളോട് പേപ്പറൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ കത്തിച്ചു. ആ കുടുക്കിയിൽ ആദ്യം ഞാൻ ലേസം വെള്ളമൊക്കെ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ചായക്ക് വെള്ളം എടുത്തുകൊണ്ട് ബാക്കി ഞാൻ ഇച്ചുവിന് കുളിച്ചാൻ കൊടുത്തു കേട്ടോ. തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടാവും കരുതിക്കാണ്ട് ഓൾക്ക് ആ വെള്ളമാണ് കൊടുത്തു കേട്ടോ. അതിനാണ് ആ വെള്ളത്തിനാണ് കാത്തിക്കണമെന്ന് മദ്രസിൽ കേട്ടോ, പരീക്ഷയാണ് മദ്രസിലൊക്കെ. അപ്പോൾ ഭയങ്കര സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുമ്പോൾ ബുദ്ധിമുട്ട് വരും കരുതിക്കാണ്ട് കേട്ടോ. എന്തെങ്കിലും പാകപ്പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ബാക്കിയുള്ള വെള്ളം ഷെയ്മോൾ സ്കൂൾക്ക് എടുക്കുകയാണ് കേട്ടോ. കുപ്പിയിൽ കുറച്ചൊക്കെ അവരെന്നെ ചെയ്തേക്കും. ഷെയ്മോൾക്കും വണ്ടി വരാൻ നേരം വൈകിയിട്ടുണ്ട്. ഈ നേരമില്ലാത്ത നേരത്തെ നമ്മൾ ഈ കടിപൊടി കൂട്ടലും ഗ്യാസ് കഴിയലും എല്ലാം കൂടി ഒരു കവ കുബിയായിരിക്കും രാവിലെ കേട്ടോ. അതിൻ്റെ അടിയിൽ വിളി വരും. നമ്മളെ ബൺ മെറ്റീരിയലിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അധികം ആളോട് ഞാൻ പറയലുണ്ട്, വാട്സപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പം ബൺ മെറ്റീരിയൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് ബന്ധപ്പെട്ടോളി. നമ്മളെ റിപ്പബ്ലിക്കിൻ്റെ ബണ്ണൊക്കെ ഇന്നും നാളെയൊക്കെ നമ്മൾ വിടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുഞ്ഞുമക്കൾക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അത് അവിടെ എത്തുമ്പോഴത്തേന് നേരം വഴുകും. അപ്പോൾ പിന്നെ ഇന്നും നാളെയൊക്കെ അതിൽ ആഡ് ചെയ്യണമെങ്കിൽ 250 ഗ്രാമിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പെട്ടെന്ന് ഇന്നോ നാളെ ആയിട്ട് റെഡിയാക്കി വെക്കണം കേട്ടോ, ബുക്ക് ചെയ്തിടണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ എന്താ വെച്ചാൽ, എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ താത്തങ്ങൾ ഇതിൽ എമൗണ്ട് പറയാത്തത്, അതിന് 1/4 കിലോനും 1 കിലോനൊക്കെ റേറ്റ് എന്താ നിങ്ങൾ പറയാത്തത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പറയാത്തതിന് വേറൊരു കാരണമുണ്ട്. നമ്മൾ ഓരോ ട്രിപ്പ് പെട്ടികളൊക്കെ നമുക്ക് വരും. അപ്പോൾ ഫസ്റ്റ് റേറ്റ് ആയിരിക്കും, രണ്ടാമത്തെ റേറ്റ് ആവില്ല അവർ തരുന്നത്. അവർ റേറ്റ് കുറച്ച് തരുമ്പോൾ നിങ്ങൾക്കും ഞാൻ റേറ്റ് കുറച്ച് തരും. അവർ റേറ്റ് കൂടുമ്പോൾ നമുക്ക് നമ്മളെ ലാഭത്തിനനുസരിച്ച് അങ്ങനെ ആവും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഓഫറിൽ കൊടുക്കണം. എന്താ വെച്ചാൽ ഇന്നലത്തെ ഷോർട്സ് ഇട്ടില്ലേ ഞാൻ, അപ്പോൾ നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ പ്രാവശ്യം വന്ന പെട്ടി നല്ല കമ്മിയുണ്ട്, റേറ്റ് കമ്മിയുണ്ട്. അതാണ് അപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കട്ടെ എന്ന് കരുതിയിട്ടോ ആ ലൈക്ക് ചെയ്ത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരുകൊണ്ട് ഇന്നലത്തെ ഷോർട്സും ഇന്നത്തെ വീഡിയോസും കേട്ടോ. ആ എന്താ വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ല, വീട്ടിലിരുന്ന് കണ്ട് എന്തെങ്കിലും ഒരു 5-10 ഉറുപ്പ്യ ഉണ്ടാക്കുക, സംരംഭം ഉണ്ടാക്കാൻ ചെയ്യാമെന്ന് കരുതിക്കാണ്ട് വീട്ടിൽ മുഷിഞ്ഞിരിക്കണവർക്കും വേണ്ടിയിട്ടാണ് ഒരു ചെറിയ തുക അടച്ചുകാണ്ട് നമ്മളിത് ചെയ്യണം കേട്ടോ. നമ്മളൊരു മാക്സി കച്ചവടം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയണമല്ലോ, 5000-10,000 ഒക്കെ ചിലവാക്കണം. അതൊന്നും ഇതിക്ക് ഞാൻ മുട്ടായി അങ്ങനെ പൈസയാണ് ഇതിക്ക് ചിലവാക്കണുള്ളൂ. പിന്നെ റേറ്റ് പറയാത്തതിന് കാരണം അതാണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞ റേറ്റ് അല്ലല്ലോ ഇപ്പോൾ പറയണ താത്താന്ന് പറയും, അതാണ് റേറ്റ് കറക്റ്റ് പറയാത്തത്. ഈ പ്രാവശ്യം നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും, റേറ്റ് കുറവായിരിക്കും. ഇതെന്താ ലൈക്ക് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇപ്പോൾ വാങ്ങിച്ചോളി എന്ന് പറയണത് എന്താണെന്നോ, നല്ല റേറ്റ് കമ്മിയുണ്ട്. ആ നേരത്ത് നിങ്ങൾക്കും തന്നെ 10 ഉറുപ്പ്യക്ക് സെയിൽ ചെയ്താൽ ലാഭം കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. പിന്നെ ഫസ്റ്റായിട്ട് ഞാൻ എല്ലാവരോടും പറയണതാണ്, ഫസ്റ്റായിട്ട് നിങ്ങൾ 250 വാങ്ങിക്കാണ്ട് 1 കിലോ വാങ്ങിക്കാണ്ട് അന്ന് തന്നെ അത് വിറ്റ് പോയി രാജാവാകണം വെച്ചാൽ ഒന്നും നടക്കൂല കേട്ടോ മക്കളെ. ഞാൻ എല്ലാവരോടും പറയണതാണ്, നമ്മൾ ഇരുന്നിട്ട് കാല് നീട്ടാം. നിൻ്റെ വീഡിയോസ് ഓരോന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ഫസ്റ്റ് എങ്ങനെയാണ് തുടങ്ങിന്. നമ്മളെ റിതു കൊണ്ടുപോയിക്കാണ്ട് ആ പെരുമഴത്ത് മഞ്ചേരിയൊക്കെ കൊണ്ടുപോയി പാക്കാക്കി വിറ്റീനൊക്കെ ഓർമ്മല്ലേ. അതൊക്കെ 3-4 ആൾക്കാരെ വാങ്ങിയിട്ടുള്ളൂ, പിന്നെ ആരും വാങ്ങിയിട്ടില്ല. പിന്നെന്താ നമ്മളിത് ചെയ്ത് നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ചെയ്യാം. നമുക്ക് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് വീഡിയോസിലേലും സ്റ്റാറ്റസ് വെച്ചാൽ മതി. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ
ഇതാക്കണ മെറ്റീരിയൽസും ഇതൊക്കെ പോകണം. അത് ഓരോ റഹ്മത്തും ബർക്കത്തായി. എന്ത് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കണം നമുക്ക് പരാജയവും വിജയവും എപ്പോഴും ഉണ്ടാവുമെന്ന്. കാരണം എല്ലാവർക്കും ഒന്നും ഇപ്പോൾ അത് വിജയിക്കാൻ കഴിയണമെന്നുണ്ടാവില്ല. ഒന്നാമത് നമ്മളെ സാമർഥ്യം പോലെ ഉണ്ടാവും. അത് വിറ്റ് പോകണോ അത് എടുപ്പിക്കണയൊക്കെ സാമർഥ്യം പോലെ ഉണ്ടാവും. അത് ഞങ്ങൾക്ക് എപ്പോഴും ക്ലാസ് എടുത്ത് തരുന്ന കാര്യങ്ങളാണ്. പിന്നെ വീട്ടിൽ അത് വാങ്ങി വെച്ച് മൂലക്ക് കൂട്ടിയിട്ടിട്ട് കാര്യമില്ല. അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഏതൊരു കാര്യത്തിനാണെങ്കിലും. നിങ്ങൾ എപ്പോൾ വാട്സപ്പ് ചെയ്തോളി, ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ടല്ലോ. ഇന്നലെ ഞാൻ 10 മണിക്കാണ് ഞാൻ ഇഞ്ചക്ഷനൊക്കെ വെച്ച് കണ്ട് കയറണം കേട്ടോ. ആ ടൈമിൽ വോയിസ് കുറേ വാട്സപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാലും ഒരു മണി വരെ ഞങ്ങൾക്കൊക്കെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളൊരു പ്രൊഡക്റ്റ് തന്നുകൊണ്ട് മാറിക്കൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ പറഞ്ഞുതരും കേട്ടോ. ഇതെന്താ പെട്ടിന്നായിരിക്കൂലേ? അത് നമുക്ക് ഇന്നലെ വന്ന ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ടാട്ടോ. അവർ ഒരാഴ്ചയായി കോൺടാക്ട് ചെയ്ത് കൊണ്ടിരിക്കണ്. അപ്പോൾ അവരെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മൾ കംപ്ലീറ്റ് അറിയാതെ നമ്മൾ പബ്ലിക് ആക്കൂല. നിങ്ങൾക്ക് അറിയണമല്ലേ, നിങ്ങളിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, എൻ്റെ ഫാമിലിയാണ്. നിങ്ങൾക്ക് എന്താ വിശ്വാസമുള്ള കാര്യങ്ങളും നിങ്ങൾക്കത് സേഫാന്നുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഏതായാലും അതിൻ്റെ ഗുണം മണം രുചിയൊക്കെ ഞാനും എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് സൂപ്പറാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോസിലിടും. മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് കണ്ട് അത് വാങ്ങിക്കൊണ്ട് വിശ്വാസത്തോടെ കൂടി. നല്ല ഉപകാരമുള്ള സാധനമാണ്. എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടി തുറക്കുമ്പോൾ പറയാം, സർപ്രൈസ് ആയിക്കോട്ടെ. അതിൻ്റെ വാക്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇംഗ്ലീഷും ഒന്നും വല്ല അറിയില്ല. നിങ്ങളെയൊക്കെ പോലെ സാധാരണക്കാരിയാണ്, പരക്കം പായാണ്, ജീവിക്കാനും വേണ്ടി നിങ്ങൾക്ക് അറിയണമാണല്ലോ അല്ലേ. അപ്പോൾ അതാക്കണേ ആ പെട്ടി ഞാൻ വൈകുന്നേരം മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളും തന്നെ വാങ്ങിച്ചോളി. വിശ്വസ്തമായ ഒരു സാധന, ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫുഡ് ഐറ്റംസും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇടുമ്പോൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്ത് കണ്ട് അവർക്കും നിങ്ങൾക്കും ഒക്കെ ഒരു ഉപകാരമുള്ള രീതിയിൽ ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ അതാക്കണ തേങ്ങാപ്പാലൊക്കെ പിഞ്ഞ കഥയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അവരൊക്കെ പരക്കം പാച്ചിലാണ് എല്ലാം കൂടി ഉണ്ടത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് മിന്നും പൊന്നും കരയൽ തുടങ്ങി. അപ്പോൾ പിച്ചിട്ട് കണ്ട് തേങ്ങാപ്പാൽ പാർന്നു കൊടുത്തു കഴിഞ്ഞു ഒന്നാണ് പൊതിരുമല്ലോ. അപ്പോൾ ഗ്യാസും കുറ്റിയൊക്കെ അവിടെ പരത്തി വെച്ചിക്കണത് ഒന്നും കൂടി കിട്ടുമെന്ന് അറിയാനും വേണ്ടിയിട്ടോ. അപ്പോൾ മക്കൾ കശപ്പിച്ച കൂടാക്കാനും വേണ്ടി ഓൽക്ക് അതാണ് കൊടുത്തു കേട്ടോ. പുതിർന്ന ഓല് പിന്നെ അവിടെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ വിറകൊക്കെ ചെതൽ പിടിച്ചാൽ മാത്രമൊന്നുമില്ല. നമ്മൾ ആ വെട്ടി നുറുക്കി വെച്ചതാണ്. അപ്പോൾ ഒഴിവ് കൊടുക്കാൻ എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊട്ടിയിടല. വല്ലാതെ ആ ഭാഗത്തേക്ക് പോലില്ല, അത് അങ്ങനെ കിടക്കണം കേട്ടോ. ഒന്നാമത് ഇപ്പോൾ ഒഴിവില്ല, അതൊക്കെ പാടെ മാനേജ് ചെയ്യണ്ടേ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളെ. അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യണം. നമ്മളെ കോഴി 2 മുട്ട ഇട്ടിക്കണം, അതെടുക്കാനും കൂടി ഒഴിവില്ല. ആ മുറ്റൊന്നാണ് വൃത്തിയാക്കിയിട്ട് കേട്ടോ. ഒന്നാമത് ആരെങ്കിലുമൊക്കെ വരും കരുതിയിട്ട് എനിക്കൊരു മടിയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഇത്താത്ത വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുക്കത്തിലെ ഇത്താത്തൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ്, എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ കല്യാണമുണ്ട്, അപ്പോൾ ചിലപ്പോൾ വരെ പത്തുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇരണ്ടീച്ച പുല്ലേ പറിക്കണുള്ളൂ കേട്ടോ. ഞാൻ ഓരോ അടിച്ചുവാരലും ഇരണ്ടീച്ച പുല്ലും പറിച്ചിട്ടാൽ കുറേ ഒരു ലെവൽ കിട്ടുമല്ലോ. അതിനായിട്ട് കിട്ടുന്നാൽ നമ്മളെ മിന്നും പൊന്നും കരഞ്ഞു കൊണ്ട് കിട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഷെയ്മോൾക്കും മിച്ചുവിനൊക്കെ പോവാണ്ട് ആ കാർ പൊറിച്ചത്ത് ഇന്നലെ പറിച്ചിട്ടുള്ളൂ. ഇന്ന് കണ്ട നേരം വെളുത്ത പോതിനും അത് പിന്നെ നീച്ചെന്നു കേട്ടോ. വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് നീച്ചിക്കും. അപ്പോൾ അതാക്കണം കേട്ടോ. അടിച്ചുവരി വൃത്തിയാക്കുന്നുണ്ട്. നമ്മളെ മക്കൾ കാട്ടിയിടണാണ് പേപ്പറും കടലാസും ഒക്കെ കേട്ടോ. അതൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ ഷെയ്മോൾ പോകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മെറ്റീരിയൽ ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിലും പിൻ ചെയ്ത് വെക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് പെട്ടെന്ന് വിളിച്ചോളി, ആ ഓഫർ തീരുമ്പോത്തിന് കേട്ടോ. അപ്പോൾ നമ്മളെ ഷെയ്മോൾ ഇതാക്കണ പോണ്. സലാം പറയാൻ മറന്നു. എന്നും പോകുമ്പോൾ സലാം പറയലുണ്ട് മക്കൾ. പുതിയ വീഡിയോയും കാര്യമായിട്ട് വരാം. അസ്സലാമു അലൈക്കും.